ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ട്രെൻഡിങ്ങിലായിട്ടുള്ള പാൽപുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല സോഫ്റ്റ് പുട്ടാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതുപോലെ തന്നെ മക്കൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് ചായൻ്റെ കടിയാക്കിയിട്ട് കഴിക്കാനും, അതുപോലെ തന്നെ ചിക്കൻ കറിയും ബീഫ് കറിയും ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് പുട്ടുപൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സാധാരണ പുട്ടുപൊടി തന്നെയാണ്. അതിലോട്ട് നമുക്ക് ഒരു കപ്പ് പുട്ടുപൊടി എടുക്കുമ്പോൾ 1.5 കപ്പ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഒന്ന് ഇളക്കിയിട്ട് ഒരു 1-2 മിനിറ്റ് അത് അടച്ച് വെക്കാണ് കേട്ടോ ചെയ്യേണ്ടത്. ഞാനിപ്പം നമ്മൾ ഒരു കപ്പ് അരിപ്പൊടി എടുത്തപ്പം 1.5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. പാൽ കാച്ചി എടുത്തിട്ടെങ്കിലും ഒന്നും കുഴപ്പമില്ല. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് എന്നിട്ട് നമ്മൾ അത് അടച്ച് വെക്കുകയാണ് വേണ്ടത്. ഒരു 1-2 മിനിറ്റ് മതി കേട്ടോ അടച്ച് വെക്കുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ പുട്ടുപൊടിയൊക്കെ നന്നായി റെഡിയായി കിട്ടും. പാലൊക്കെ അതിൻ്റെ പാലൊക്കെ കുടിച്ചിട്ട് നല്ലൊരു ഇതേപോലെ കിട്ടും കേട്ടോ. അതിനുശേഷം നമുക്ക് വെള്ളം കുറവാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുക. പാല് ഉണ്ടെങ്കിൽ പാലിനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു കുറച്ചൊരു ലൂസ് ഇതുപോലെ വേണം കേട്ടോ. നമ്മൾ സാധാരണ പുട്ടുപൊടിനേക്കാളും കുറച്ച് ലൂസ്. അതിനുശേഷം നമുക്ക് 1 സ്പൂണ് പാൽപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 10 രൂപയുടെ ഒരു പാക്കറ്റ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് തേങ്ങ എത്രത്തോളം ചേർക്കുന്നു അത്രത്തോളം ടേസ്റ്റ് കൂടുതലാണ്. ഞാനിവിടെ 1/2 മുറി തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുക്കുക. പിന്നെ നമ്മൾ നല്ല നെയ്യില്ലേ, അത് 1 സ്പൂൺ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അതും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറൊക്കെ ആയിട്ട്. അതിനുശേഷം ഒരു പ്ലേറ്റിലോട്ട് ഇങ്ങനെ നെയ്യ് തടവിയതിന് ശേഷം നമ്മുടെ മിക്സ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ സ്പൂൺ വെച്ചിട്ട് ഇതേപോലെ പരത്തി കൊടുക്കുക കേട്ടോ. അതിനുശേഷം ആവിച്ചെമ്പിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് മുതൽ 15 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ പാൽപുട്ട് വെന്ത് കിട്ടും. നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പെട്ടെന്ന് നമുക്ക് രാവിലെയൊക്കെ കറിയൊക്കെ രാത്രിയത്തിനൊക്കെ ഉണ്ടെങ്കിൽ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനിയിപ്പോൾ പിള്ളേർക്കൊക്കെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാനായിട്ടും നല്ലതാണ്. ഇത് നമ്മൾക്ക് 1-2 ദിവസം വരെയൊക്കെ കഴിക്കാം. 2 ദിവസത്തിൽ കൂടുതൽ കഴിക്കാൻ പറ്റില്ല കേട്ടോ. കാരണം പാലും തേങ്ങയും അല്ലേ, നല്ല ടേസ്റ്റാണ് ചായനൊക്കെ കഴിക്കാനായിട്ട്. ഇനി രാവിലെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾക്ക് വൈകുന്നേരത്തേക്കും കഴിക്കാം. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം, മറക്കരുത്. കാരണം എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ലേ. ഞാനിപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പുതിയൊരു വീഡിയോയുമായി കാണുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.